സ്കീമിൽ എന്താണ് സംഭവിച്ചത് ഇതുവരെ എന്നത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ? അതായത് ആദ്യം ഇവർ പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു പ്രോസ്പെക്ടസ് ഉണ്ടായിരുന്നു. ഏത് വിഷയത്തിന് എത്രയായിരിക്കും വെയിറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോസ്പെക്ടസ് പുറത്തിറങ്ങുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ പഠിക്കുന്നു. കുട്ടികൾ പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതുന്നു. ആ രീതിയിൽ തന്നെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് സംസ്ഥാന സർക്കാർ പ്രോസ്പെക്ടസിൽ ഒരു ഭേദഗതി വരുത്തുന്നത്. അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ പ്രോസ്പെക്ടസ് അനുസരിച്ച് ഭേദഗതി വരുമ്പോൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടമായിരുന്നു. 5000-ൽ 2500-ഓളം കേരള സിലബസ് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നതാണ് കണക്ക്. ഏറെക്കുറെ പകുതി തന്നെയായിരുന്നു കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ആ ലിസ്റ്റിൽ ഇടം കിട്ടിയത്. പക്ഷേ അത് പരിഷ്കരിക്കുമ്പോൾ CBSE വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. അതിന് പിന്നാലെയാണ് വീണ്ടും പട്ടികയിലെ മാറ്റമുണ്ടാകുന്നത്. ഹൈക്കോടതി ആ ഫലം റദ്ദാക്കുകയും ഫലം പുതുക്കി പ്രസിദ്ധീകരിക്കാൻ ഇടപെടുകയുമായിരുന്നു. അങ്ങനെയാണ് പുതിയ ലിസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു പ്രോസ്പെക്ടസും പരീക്ഷ എഴുതി കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു പ്രോസ്പെക്ടസും എന്നുമാണ് ഹൈക്കോടതി ചോദിച്ചൊരു കാര്യം. എന്തായാലും ഇപ്പോൾ അതിനെതിരെ നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ ഈ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ. അവരാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള സർക്കാരിന്റെ അഭിപ്രായം എന്താണ്, നിലപാട് അപ്പീൽ പോകുമോ എന്ന കാര്യമൊക്കെ ആരാഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പീൽ പോകാൻ സാധ്യത കുറവാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ സിലബസിൽ പഠിച്ച കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് പുതുക്കിയ പട്ടിക അനുസരിച്ച് നേരത്തെ 2500 പകുതി ഉണ്ടായിരുന്നത് 5000-ൽ 2500 ഉണ്ടായിരുന്നത് 1700-ലേക്ക് കുറഞ്ഞു. അപ്പോൾ വലിയ തോതിൽ സംസ്ഥാന സർക്കാർ സ്കീമിൽ പഠിച്ച കുട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തീരുമാനമായി പോയി. അത് ഒരു നീതിയുക്തമായ നടപടിയല്ല. അക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യമാണ്. അക്കാര്യത്തിലാണ് സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നത്.